ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ സുധിയോട് എല്ലാവരും പച്ചക്കറി വാങ്ങിയിട്ട് വരാൻ പറയുന്നുണ്ട്. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി വാങ്ങിയിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ സുധിക്ക് അതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓർമ്മ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് രേവതിയെ നോക്കി ഇങ്ങോട്ട് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സുധി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്ന് ശ്രുതിയുടെ കയ്യിൽ 10 രൂപ ബാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 രൂപയേ ഉള്ളൂ സുധി, ബാക്കി പൈസയൊക്കെ എന്താ കാട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവിടെ നിന്ന് അവൻ പൊറാട്ടയും ബീഫൊക്കെ വാങ്ങി തിന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് എല്ലാവരും ചെറുക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട് നാളത്തെ ദിവസം മറക്കണ്ട സച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നാളത്തെ ദിവസത്തിന് പ്രത്യേകത, അച്ഛൻ്റെ പൈസ എടുത്ത് ഓടിയതിൻ്റെ 1-ാം വാർഷികമാണോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി അവിടെ നിന്ന് പറയുന്നുണ്ട് അച്ഛാ സച്ചിയേട്ടൻ അതൊന്നും അറിയില്ല, സച്ചിയേട്ടൻ അതൊക്കെ മറന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് രേവതി സങ്കടത്തോടു കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയോട് രവിയേട്ടൻ പറയുന്നുണ്ട് നാളെ നിൻ്റെ 1-ാം വിവാഹ വാർഷികമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് ആകെ അയ്യത്തടാന്നായിട്ട് സച്ചി പോയിട്ട് രേവതിയോട് സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിൻ്റെ കഴുത്തിൽ ഞാൻ ഇപ്പോൾ ഈ ഇടയിൽ ഞാൻ പുതിയ താലി വാങ്ങി ചാർത്തി ആ ദിവസമാണ് എൻ്റെ 1-ാം വിവാഹ വാർഷികം, അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രേവതി സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി സന്തോഷിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.